ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആദ്യാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പിന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സമൂസയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പം 2 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും, 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും, മീഡിയം സൈസ് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും, 3 തണ്ട് ഉള്ളിയില ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വലിയൊരു പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് 300 ഗ്രാം അളവിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ക്രീം ചീസ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം ക്രീം ചീസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ക്രീം ചീസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പിടി മല്ലിയില കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 500 ഗ്രാം അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിൽ വെള്ളം എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് പൊടിയൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് അയച്ച് എടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അയച്ചെടുക്കണം. ഇനി കൈ എടുക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് അയച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് 250 ml ആണ്. മാവ് ഇപ്പം നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം മാവ് നമുക്ക് നന്നായിട്ട് അയഞ്ഞു കിട്ടാനായിട്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈക്വലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണേ. എങ്കിലും മാത്രമേ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ ഒരുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാവ് മുഴുവനും ചെറിയ ബോൾസുകളാക്കിയിട്ടെടുക്കണം. ഇനി നമ്മൾ ബോൾസുകൾ മുഴുവനും ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി വെച്ചിട്ടുള്ള മാവ് മുഴുവനും കുഞ്ഞി പത്തിരി പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഓരോന്നും നമുക്കിതുപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം. ബോൾസുകൾ മുഴുവനും നമ്മൾ കുഞ്ഞി പത്തിരി പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് പരത്തിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മിക്സ് ഇല്ലേ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്കൊന്നങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഓരോന്നും ഒന്ന് വലിയ ഷീറ്റാക്കി പരത്തിയെടുക്കണം. ആദ്യം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. എന്നിട്ടിത് വലിയ ഷീറ്റാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് തിന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാനായിട്ട് നോക്കണം. പരത്തിയെടുത്തിട്ടുള്ള ഷീറ്റിനി ചൂടായ പാനിലേക്കിട്ട് ചുട്ടെടുക്കാം. ഇതൊന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് വേണമെന്ന് ചുട്ടെടുക്കാനായിട്ട്. അതുപോലെ തന്നെ മറിച്ചും തിരിച്ചു വിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി, ഒരു പാടും ഇല്ല. ഇനി ഷീറ്റ് മുഴുവനും നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇത് തണുക്കാനായിട്ട് ടവലിലൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഷീറ്റ് വളരെ കനം കുറഞ്ഞ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഷീറ്റ് എല്ലാം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ ഷീറ്റിൽ സമൂസ എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു ഷീറ്റ് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ 2 ഷീറ്റും നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഷീറ്റിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി, ഒരു പാടും ഇല്ല. സമൂസ ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും സമൂസ ഇത്ര എളുപ്പമായിരുന്നോ എന്ന്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സമൂസ അല്ലേ? അതുപോലെ തന്നെ ഇത് കഴിക്കാനും കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സമൂസയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ളത് വെക്കാവുന്നതാണ്. വെജിറ്റബിൾസോ അതോ ബീഫോ മട്ടനോ ചിക്കനോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇനി സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ ചീനിച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് സമൂസ ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇതിലേക്ക് സമൂസ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി നമുക്ക് ബാക്കിയുള്ള സമൂസയും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം. നോമ്പ് സമയത്ത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സമൂസ റെസിപ്പിയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യാരിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കിഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.